My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 146-ാമത്തെ എപ്പിസോഡിൽ നക്സോമിക്ക എന്ന അധ്യായത്തിൻ്റെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ലഹരി വസ്തുക്കളോടുള്ള നക്സിൻ്റെ ഇൻട്രാക്ഷൻസ്, പിന്നെ ആസ്മയിൽ നക്സിൻ്റെ പ്രയോഗം, വയറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഒരു പ്രൂവറെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. മിൽക്ക് സോർസ് ഓൺ ദ സ്റ്റൊമക്ക്, വയറ്റിൽ പാല് പിരിയുന്നു. ഹീറ്റ് ഇൻ ദ ഹെഡ് വെൻ ഈറ്റിംഗ്, ആഹാരം കഴിക്കുമ്പോൾ തലയിൽ ചൂടിൻ്റെ അനുഭവം. വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ താമസിച്ചിരുന്നൊരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചി ഭാഗത്ത് വല്ലാതെ ചൂട് വരും. അത് ചെറുപ്പം മുതലുണ്ടായിരുന്നതാണ്. ഇത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാഡ് എഫക്ട്സ് ഓഫ് കോഫി, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഡെബോച്ചറി. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങൾ, ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും വിമുക്തരാകാനുള്ള ശ്രമത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ. ഇവിടെ അത് തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പറയണം. കാപ്പി വരുന്നുണ്ട്, ലഹരി വസ്തുക്കൾ വരുന്നുണ്ട്, കൂടാതെ ഡെബോച്ചറി എന്ന് വെച്ചാൽ അമിതഭോഗം, അമിതമായ ലൈംഗികത. ഈ കാര്യങ്ങളിൽ നിന്ന് വരുന്ന ദോഷഫലങ്ങൾ അതിനെ ആൻറ്റിഡോട്ട് ചെയ്യാനായിട്ട് നക്സ് ഉപയോഗിക്കാം. സെൻസേഷൻ ഓഫ് പ്ലംബിങ് ദ ത്രോട്ട്, വേഴ്സ് ഫ്രം ഈറ്റിംഗ്. തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞിരിക്കുന്ന പോലെ ആഹാരം കഴിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. അലോ ഹാസ് ഡയറിയ ഫ്രം ലീവിങ് ഓഫ് ബിയർ. പതിവായ ബിയർ കുടിയിൽ നിന്നും വിമുക്തരാകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അലോ ആണ് കൂടുതൽ ഭംഗിയായിട്ട് കവർ ചെയ്യുന്നത്. നെക്സസ് ഡയറിയ ഫ്രം ലീവിങ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ബിയറിനേക്കാൾ കുറച്ചുകൂടി ആൽക്കഹോളിക് ആയിട്ടുള്ള ഹോട്ട് ഡ്രിങ്ക്സ്, അതിൽ നിന്നും വിമുക്തരാകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിളക്കം, അത് നക്സ് കവർ ചെയ്യുന്നുണ്ട്. സെൻസേഷൻ ഓഫ് എ ലംപ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ്റിൽ എന്തോ ഒരു കല്ലിച്ച് കിടക്കുന്ന പോലുള്ളൊരു തോന്നൽ. അത് ബ്രയോണിയോട് ബന്ധമുണ്ട്. ബ്രാക്കറ്റിൽ ബ്രയോണിയും കൊടുത്തിട്ടുണ്ട്. ഇൻ ക്രോണിക് കേസസ് സെപ്പിയ ഇസ് മോർ ആപ്റ്റ് ടു ബി ഇൻഡിക്കേറ്റ് ആൻഡ് ഫോളോസ് നക്സ് വെൽ. ഇതിൻ്റെ ഒരു ക്രോണിക് അവസ്ഥയിൽ സെപ്പിയാണ് കൂടുതൽ യോജിക്കുന്നത്. നക്സിനെ പിന്തുടർന്നത് വരുന്നുണ്ട്. പക്ഷേ വേറൊരു പറയുന്നത് ബട്ട് കോറൽസ് വിത്ത് ബ്രയോണിയുമായിട്ട് അതിൻ്റെ ഇടച്ചിൽ കൂടിയുണ്ട്. അസോസിയേറ്റ് ദിസ് വിത്ത് ദ പ്രഷർ ഇൻ ദ വോർട്ടെക്സ് ആൻഡ് യു ഹാവ് ദ ടിപ്പിക്കൽ നക്സ് കണ്ടീഷൻ. അപ്പോൾ ഇതിന് ഈ വോർട്ടെക്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള തലയുടെ ഉച്ചിയിലെ ആ ഒരു മർദ്ദത്തിൻ്റെ ഒരു അനുഭവം അതുമായിട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നക്സിനെ കുറിച്ചുള്ള ഒരു ടിപ്പിക്കൽ കണ്ടീഷൻ, നക്സിൻ്റെ ഒരു കൂടുതൽ വ്യക്തമായ ചിത്രം കിട്ടും. സെൻസേഷൻ ഓഫ് സ്റ്റോൺ കംസ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് വയറ്റിൽ കല്ലിച്ച പോലുള്ളൊരു തോന്നൽ. ഷോയിങ് ദാറ്റ് ദർ ഹാസ് ബിൻ ആൻ അറ്റംപ്റ്റഡ് ഡൈജഷൻ ബട്ട് ഇൻ എബീസ് നൈഗ്രം ഇറ്റ് കംസ് അറ്റ് വൺസ്. അപ്പോൾ ഇതിൻ്റെ സൂചന എന്താണ്? 1 മണിക്കൂർ കഴിയുമെന്ന് വെച്ചാൽ അതിനെ ദഹിപ്പിക്കാൻ ഒരു ശ്രമം വയറ് നടത്തി നക്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ എബീസ് നൈഗ്രത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം കഴിച്ച് ഉടനെ വരും. അവിടെ ദഹിപ്പിക്കാനൊരു അറ്റംപ്റ്റ് പോലും നടക്കുന്നില്ല. ക്രിയോസോട്ട് പെയിൻസ് ഡു നോട്ട് ബിഗിൻ അണ്ടിൽ 3 hours ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ദെൻ ദ ഫുഡ് ഈസ് വൊമിറ്റഡ്. ഈ ക്രിയോസോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആഹാരം കഴിച്ച് 3 മണിക്കൂർ വരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദഹിപ്പിക്കാനുള്ള ശ്രമം 3 മണിക്കൂർ നീണ്ടു. പിന്നീട് അതിനെ വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നത് ക്രിയോസോട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് കമ്പയർ ചെയ്ത് പോകുന്നത്. ഒരേ ഒരു അവസ്ഥയുടെ ചെറിയ അവസ്ഥാന്തരങ്ങൾ അതിലേതൊക്കെ ഫൈനറായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അത് കമ്പയർ ചെയ്തുകൊണ്ടാണ് കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് പോകുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസിൽ തെറ്റുപറ്റാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഔഷധം തിരഞ്ഞെടുക്കാനും കൊടുക്കാനും സാധിക്കും. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സൾഫർ ആൻഡ് ഓഫൺ ആൻറ്റിഡോട്ട്സ് ഓവർ ആക്ഷൻ ഓഫ് സൾഫർ. ഇത് സൾഫറുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. സൾഫറിൻ്റെ ആവശ്യത്തിൽ കവിഞ്ഞ പ്രവർത്തനത്തെ അത് ആൻറ്റിഡോട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രയോഗം വെച്ചുകൊണ്ട് പഴയകാലത്ത്, ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല, പഴയകാലത്ത് ഹോമിയോപാത്സ് നക്സും സൾഫറും അടുത്തടുത്ത ദിവസങ്ങളിൽ, ഇന്ന് സൾഫർ നാളെ നക്സ്, ചിലപ്പോൾ രാവിലെ സൾഫർ രാത്രി നക്സ്, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല അസുഖങ്ങളും മാറുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്യുന്നവരുണ്ടോയെന്ന് അറിയില്ല. അത് ഇതിനെക്കുറിച്ച് ബാബുചേട്ടനുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആശയം ചിലപ്പോൾ
മറ്റു ചില കാര്യങ്ങളിലും പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒപ്പിയത്തിൻ്റെ കാര്യത്തിൽ ഒപ്പിയവും നക്സുമായിട്ട് അങ്ങനൊരു ബന്ധമുണ്ട്. ചില കാര്യങ്ങളിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവുകളുടെ ഉപയോഗം കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സൾഫറും നക്സുമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധം പറയുന്നുണ്ട്. സൾഫറിൻ്റെ ഓവർ ആക്ഷനെ നെക്സ് ആൻറ്റിഡോട്ട് ചെയ്യും. അത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡുമാണ്. ഓവർ ആക്ഷനെ ആൻറ്റിഡോട്ട് ചെയ്യുന്ന പറയുന്നത്, ആക്ഷൻ ആൻറ്റിഡോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടുള്ള ആൻറ്റിഡോട്ട് നടക്കുമോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആക്ഷൻ ഉണ്ടാകുമോ എന്നൊന്നും കൃത്യമായിട്ടുള്ള സൂചന ഇവിടുന്ന് കിട്ടുന്നില്ല. ഇറ്റ് സെൽഡം ഗോസ് ടു ദ ബോട്ടം ആൻഡ് ആൻറ്റിഡോട്ട്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ ഓഫ് സൾഫർ. സെൽഡം ഗോസ് ടു ദ ബോട്ടം ആൻഡ് ആൻറ്റിഡോട്ട്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ ഓഫ് സൾഫർ, ബട്ട് ഇറ്റ് വിൽ റിമൂവ് ദ എക്സാജറേറ്റഡ് ആക്ഷൻ, ഇറ്റ് സൂപ്പർഫിഷ്യൽ ആക്ഷൻ. ഉണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് സെൽഡം, വല്ലപ്പോഴും മാത്രമേ ഈ സൾഫറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ഷനിലേക്ക് നക്സ് കടന്നു ചെല്ലുകയുള്ളൂ, അതിനെ ആൻറ്റിഡോട്ട് ചെയ്യുകയുള്ളൂ. അതായത് സൾഫറിൻ്റെ ഒരു എക്സാജറേറ്റഡ് ആക്ഷൻ, സൂപ്പർഫ്ലൂസ് ആക്ഷൻ, ഉപരിപ്ലവമായിട്ടുള്ള സാമാന്യത്തിൽ കവിഞ്ഞുള്ള പ്രവർത്തനത്തിന് നക്സ് ആൻറ്റിഡോട്ട് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ ആൻറ്റിഡോട്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടുതൽ സംശയാസ്പദമാകുകയാണ്. ഇത് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് രോഗിക്ക് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. മെൻസസ് ടു സൂൺ, ടു ലോങ്, ഫ്ലോ കോപ്പിയസ്, മോർ സ്ട്രൈക്കിംഗ്ലി പ്രൊലോങ്ഡ്, ഫ്ലോസ് ആൻഡ് ഡ്രിബിൾസ് ജസ്റ്റ് ഇനഫ് ടു സ്റ്റെയിൻ ദ ലിനൻ, സ്റ്റാർട്ടിങ് അപ്പ് നൗ ആൻഡ് എഗെയിൻ വിത്ത് ക്ലോത്ത്സ്. മെൻസ്ട്രുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് വരുന്നു, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അടുത്ത രണ്ടെണ്ണം തമ്മിൽ മെർജ് ചെയ്യുന്നൊരവസ്ഥ വരെ വരാം. ഒന്ന് വളരെ നീണ്ടു നിൽക്കുന്നു, വളരെയധികം കോപ്പിയസ് ഫ്ലോ വരുന്നു. ഇനി കോപ്പിയസ് ഫ്ലോവിനേക്കാൾ കൂടുതൽ പ്രൊലോങ്ഡ് ഫ്ലോയാണ്, ഫ്ലോ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. കോപ്പിയസ് ഫ്ലോയും ഉണ്ട്. തുള്ളി തുള്ളിയായിട്ട് വരുന്നത് മാത്രം, ആ രീതിയിൽ മാത്രമാകാം. കൂടുതലും പ്രൊലോങ്ഡ് ഫ്ലോയാണ് വരുന്നത്. സ്റ്റാർട്ടിങ് അപ്പ് നൗ ആൻഡ് എഗെയിൻ വിത്ത് ക്ലോട്ട്സ്. അപ്പോൾ ഇടയ്ക്ക് ക്ലോട്ട്സ് വരാം, തുടങ്ങിയിട്ട് ക്ലോട്ട്സ് വരുന്നു, പിന്നെയും തുടങ്ങുന്നു, അങ്ങനെ വരാം. വൺ മെൻസ്ട്രൽ ഫ്ലോ ഈസ് പ്രൊലോങ്ഡ് ഇൻ ടു അനദർ. ഉണ്ടോ? ഒന്ന് നീണ്ടു നിന്നിട്ട് മറ്റൊന്നിനുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ പ്രൊലോങ്ഡ് ഫ്ലോ ആണ് ഇതിൽ കൂടുതൽ പ്രൊഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. കോപ്പിയസ് ഫ്ലോയും ഉണ്ടെന്നേ ഉള്ളൂ. ദിസ് വിൽ ബി അക്കമ്പൈൻഡ് വിത്ത് ദ മെൻ്റൽ സ്റ്റേറ്റ്, എക്സൈറ്റബിൾ, ഓവർ സെൻസിറ്റീവ് മെഡിസിൻസ്. നക്സിൻ്റെ മെൻ്റൽ സ്റ്റേറ്റുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഈ മേഖലയിൽ നക്സിൻ്റെ ആക്ഷൻ വരുന്നത്. പ്രൊലോങ്ഡ് ഫ്ലോ, മെർജിങ്, ഡ്രിബ്ലിങ് ഒക്കെ എത്രയോ ഔഷധങ്ങളുണ്ട്. നക്സിൻ്റെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്? എക്സൈറ്റബിൾ, മരുന്നുകളോട് ഓവർ സെൻസിറ്റീവ്. ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇത്തരം മെൻസ്ട്രൽ ട്രബിൾസിന് നക്സ് ഹീൽ ചെയ്യും. മെൻസസ് ടു ഏർലി ആൻഡ് ടു പ്രൊഫ്യൂസ്, ഒക്കർ ടു സൂൺ ആൻഡ് ലാസ്റ്റ് ടു ലോങ്, ഫ്ലോ ഡാർക്ക്. ഇതൊരു പ്ലൂറൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ നേരത്തെ വരുന്നു, വല്ലാതെ അമിതമായിട്ട് വരുന്നു, വളരെ വേഗം വരുന്നു, ഡാർക്ക് ഫ്ലോ. അപ്പോൾ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷുഡ് ബി അക്കമ്പനീഡ് വിത്ത് ദ മെൻ്റൽ സ്റ്റേറ്റ്സ്. എന്താണ്? ഓവർ സെൻസിറ്റീവ് മെഡിസിൻസ്, എക്സൈറ്റബിൾ, അങ്ങനെയുള്ള നക്സിൻ്റെ മെൻ്റൽ കണ്ടീഷൻസുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. അറ്റ് ടൈംസ് അറ്റൻഡഡ് വിത്ത് വയലൻറ്റ് പെയിൻസ്, cramps in the uterus, extending over the body, ameliorated from heat and pressure, aggravated by the slightest current of air or cold, pains and spasms ameliorated by the hot water bottle, clothing and heat. ഇതിൻ്റെ ചില മൊഡാലിറ്റീസാണ്. ചിലപ്പോൾ വളരെ ശക്തമായ വേദനകൾ, ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് വലിച്ചു കോച്ചലുകൾ, ശരീരം മുഴുവൻ ആ വേദന എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അടിവയറ്റിൽ തുടങ്ങിയിട്ട് ശരീരം മുഴുവൻ അത് പടരുന്നു. ചൂട് കൊണ്ടും പ്രഷർ കൊണ്ടും അതിന് ശമനമുണ്ട്. ചെറിയൊരു വായുപ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ വർദ്ധിക്കുന്നു, തണുപ്പ് കൊണ്ട് വർദ്ധിക്കുന്നു. ചൂട് വാട്ടർ ബോട്ടിലോ ചൂട് വെള്ളമോ കൊണ്ട് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ചൂട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശമനമുണ്ട്. കട്ടിയായ ക്ലോത്തിങ് കൊണ്ട് ശമനമുണ്ട്. ലേബർ പെയിൻസ് വിത്ത് സോർനെസ് ലൈക്ക് ആർണിക്ക, അർജിങ് എക്സെട്ര. അപ്പോൾ ആർണിക്കയിൽ കാണുന്ന പോലുള്ള സോർനെസ്സോടുകൂടിയ പ്രസവവേദന, ആ തരത്തിലുള്ള അർജിങ്ങുകൾ. ബിയറിംഗ് ഡൗൺ ആസ് ഇഫ് കണ്ടൻസ് ഫുഡ് പ്രൊട്രൂഡ്, ടീസിങ് ടു യൂറിനേറ്റ് ആൻഡ് അർജിങ് ടു സ്റ്റൂൾ. അപ്പോൾ ഈ ഗർഭാശയത്തിലെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം, അതിലെ കണ്ടൻസ് എല്ലാം പുറത്തേക്ക് തള്ളി വരും എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു, താഴേക്കൊരു വലിയുന്ന തരത്തിലുള്ളൊരു ഫീല്, മൂത്രമൊഴിക്കാനും വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു തോന്നൽ, അതിനോടൊപ്പം ഒരു വല്ലാതൊരു വെപ്രാളത്തിൻ്റെ അവസ്ഥ. ദ ഫ്ലോ മേ ബി സ്കാൻഡ് ആൻഡ് ഫിറ്റ്ഫുൾ,
ഫ്ലോ വളരെ കുറവായിരിക്കാം. ഇച്ചിങ് ഓഫ് ദ വൾവ ഈസ് പ്രൊമിനൻ്റ്. ആ അവസ്ഥയിൽ വൾവയിലുള്ള ചൊറിച്ചിൽ വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ആസ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ആസ് ട്രബിൾസം ആസ്മ, വളരെ കുഴപ്പം പിടിച്ച ആസ്മ നെക്സ്റ്റ് വരുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ പേഴ്സൺസ് ഹൂ സേ ദേ ഹാവ് ആസ്മ ഫ്രം എവരി ഡിസോർഡേഡ് സ്റ്റൊമക്ക്. വയറ് എപ്പോൾ ഡിസോർഡർ ആയാലും ആസ്മ ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥ നെക്സ് കവർ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനത്തെ ഒരു കേസ് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയുടെ വയറിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഡിസോർഡേഡ് ആകുമ്പോൾ ആസ്മ വരുന്ന, അല്ലാതെയും വരും ഇത് കണ്ടീഷൻ. ഒരു ഡോസ് നക്സ് വളരെയധികം ഗുണം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ മാറിപ്പോയി. പക്ഷേ ഈ ഇംപിഡിമെൻസ് ടു ക്യൂർ എന്നുള്ള വിഷയമുണ്ട്. അതിനെക്കുറിച്ച് ശക്തമായിട്ട് ബോധവൽക്കരിച്ചിട്ടും അതനുസരിക്കാൻ തയ്യാറായില്ല. വയറ് കേടാകുന്ന സാധനങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു ഹീലിംഗ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ രോഗിയെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുകയും ഇംപിഡിമെൻസ് ടു ക്യൂർ, വിശേഷം ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും വരുന്നത്. അവരെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ ശ്രമിക്കുകയും വേണം. അത് എപ്പോഴും പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല, എന്നാലും ഒരു ശ്രമം നടത്തി നോക്കേണ്ട ഉത്തരവാദിത്തം ഹോമിയോപാത്തിനുണ്ട്. ദെൻ ഗോ ഫ്രീ ഫോർ എ ഇയർ ആഫ്റ്റർ നക്സ് ഈസ് ഗിവൺ. ഇത് കഴിച്ച് നക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കുഴപ്പമില്ലാതെ പോകും. എൻ്റെ അനുഭവത്തിൽ ഒന്നല്ല, ഒരു 4-5 വർഷങ്ങൾ കുഴപ്പമില്ലാതെ പോയിരുന്നു. ദെൻ ഗോ ഫ്രീ ഫോർ ആൻഡ് ദെൻ ദേ ഈറ്റ് സംതിങ് ആൻഡ് ഡിസഗ്രീസ്. അത് കഴിയുമ്പോൾ എന്തെങ്കിലും യോജിക്കാത്ത കഴിക്കുന്നു, കുഴപ്പമുണ്ടാകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ, അമിതമായി കഴിച്ചാൽ അതിനിടയ്ക്ക് തന്നെ കുഴപ്പമുണ്ടാകാം. എങ്കിലും 1 വർഷം വരെയൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. ആൻഡ് ദേ സിറ്റപ്പ് ഓൾ നൈറ്റ് വിത്ത് ആസ്മ. അങ്ങനെ വരുമ്പോൾ രാത്രി മുഴുവൻ ഈ ശ്വാസം മുട്ടലും ആസ്മയും വന്നിട്ട് കിടക്കാൻ പറ്റില്ല. കൃത്യമായി ഈ ഒരു അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞ കേസിൽ. ദേ നീഡ് നക്സ്. അങ്ങനെയുള്ളവർക്ക് നക്സ് വേണ്ടി വരും. ആസ്മ അസോസിയേറ്റ് വിത്ത് കോഫ്, റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ് ഫിൽസ് അപ്പ് വിത്ത് മ്യൂക്കസ്, കോഫ് വിത്ത് ഗാഗിങ്, റച്ചിങ്, അപ്പിയേഴ്സ് ആസ് ഇഫ് ഹി ആർ ടേക്കിൻ എ ഫ്രഷ് കോൾഡ്. അപ്പോൾ ആസ്മയായിട്ട് ബന്ധപ്പെട്ട് ചുമയുണ്ട്, കഫം കെട്ടിയിട്ട് റാറ്റ്ലിംഗ് സെൻസേഷനുണ്ട്, റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടാവും, കഫം വന്ന് നെഞ്ചിൽ നിറഞ്ഞൊരവസ്ഥ, ആകെ ശ്വാസം മുട്ടുന്ന പോലെ, കഴുത്തിലൊക്കെ പിടിക്കുന്ന പോലുള്ള ഒരു ചുമ, റച്ചിങ്, വിഫലമായ ഓക്കാനം, വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഓക്കാനം, വീണ്ടും തണുപ്പടിച്ച് ഒരു പ്രശ്നം ഉണ്ടായോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കുഴപ്പം. പക്ഷേ കുഴപ്പമല്ല, പറ്റാത്ത ആഹാരം കഴിച്ച് വയറ് ഡിസോർഡർ ആയതാണ് അടുത്ത പ്രശ്നം. കൊറേസ എവറി ടൈം ഹി ഡിസോർഡേഴ്സ് സ്റ്റൊമക്ക്. ഇനി വയറിന് കുഴപ്പമുണ്ടാകുമ്പോൾ ജലദോഷവും വരുന്നുണ്ട്. ആസ്മയായിട്ട് ചേർന്ന് പോകുന്ന സംഭവങ്ങളൊക്കെ. ഐ ഹാവ് എ പേഷ്യൻറ്റ് ഹു ഹാസ് എ കൊറൈസ എവറി ടൈം ഷീ ഈറ്റ്സ് സോസേജ്. സോസേജ് എപ്പോൾ കഴിച്ചാലും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു പേഷ്യൻറ്റ് തനിക്കുണ്ടായിരുന്നു എന്നാണ് കെൻഡിയോട് പറയുന്നത്. ദർ ഇസ് നോ ക്യൂർ ഫോർ ദിസ് ബിക്കോസ് ഷീ പ്ലേസസ് ഹെർ കോഫി, വൈൻ ആൻഡ് സോഷ്യൽ മാറ്റേഴ്സ് എബോവ് ഹെർ ഹെൽത്ത്. ഉണ്ടോ? ഇതാണ് അവസ്ഥ. ഇത് ഇൻക്യൂറബിൾ ആകുന്ന സാഹചര്യം. സ്വന്തം ആരോഗ്യത്തിനുപരി തൻ്റെ കാപ്പി കുടിയും തൻ്റെ സോസേജും സാമൂഹികമായിട്ടുള്ള നിലപാടും. ഇപ്പോൾ സാമൂഹിക നിലപാടെന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ കാപ്പി സെർവ് ചെയ്യുന്നു, കുടിക്കുന്നു, സോസേജ് കൊടുക്കുന്നു, കഴിക്കുന്നു, വയറ് കുഴപ്പമാകുന്നു. ഇത് കാപ്പിയും സോസേജും മാത്രമാണെന്നില്ല, എന്നുമാകാം. ആ വ്യക്തിക്ക് ഡിസഗ്രീഡ് ആകുന്ന ആകാം. ഇപ്പോൾ മാംസം, സോസേജ്, കാപ്പി പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നക്സുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ആളുകളെ ഹോമിയോപ്പതിക്ക് സഹായിക്കാൻ സാധിക്കില്ല. നമുക്ക് അവരെ ബോധവൽക്കരിക്കാവുന്നേ ഉള്ളൂ. ആൻഡ് സോഷ്യൽ മാറ്റേഴ്സ് എബോവ് ഹെർ ഹെൽത്ത്. തൻ്റെ ആരോഗ്യത്തിനുപരി ഇത്തരം കാര്യങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ആളുകളുടെ എണ്ണം ഇന്ന് കെൻഡ് പറയുന്ന കാലഘട്ടത്തേക്കാൾ തീർച്ചയായിട്ടും കൂടുതലുമാണ്. ഷീ ക്യാൻ ഈറ്റ് സ്റ്റീക്ക്, സം കനോട്ട് ഈറ്റ് എനി മീറ്റ്. അപ്പോൾ നക്സിൻ്റെ കാര്യത്തിൽ മീറ്റിനോട് ആകർഷണമുണ്ട്. പക്ഷേ ചിലർക്ക് സ്റ്റീക്ക് കഴിക്കാൻ പറ്റും, മറ്റ് മീറ്റിൻ്റെ വിഭവങ്ങൾ കുഴപ്പമുണ്ടാക്കും. ആഫ്റ്റർ ഡിസ്റ്റർബ്ഡ് സ്റ്റൊമക്ക് കൊറൈസ വിച്ച് ഗോസ് ടു ചെസ്റ്റ് ആൻഡ് ദെൻ ആസ്മ കംസ് ഓൺ. അപ്പോൾ വയറ് കുഴപ്പമാകുമ്പോൾ ആദ്യം ജലദോഷം വരുന്നു, അത് ചെസ്റ്റിലേക്ക് പോകുന്നു, ചെസ്റ്റ് സെറ്റിൽ ചെയ്യുന്നു, ആസ്മ ഉണ്ടാകുന്നു. ഇതൊരു യൂഷ്വൽ കോഴ്സാണത്. പാൽപിറ്റേഷൻ ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദ ഹാർട്ട് ആൻഡ് സർക്കുലേഷൻ. നെഞ്ചിൽ വല്ലാതെ നെഞ്ചിടിപ്പ്, സർക്കുലേഷൻ ഉണ്ടാകുന്ന പ്രശ്നം, മച്ച് ത്രോബിങ്, വല്ലാതെയുള്ള വിങ്ങൽ, വല്ലാതെയുള്ള നെഞ്ചിടിപ്പ്, വേഴ്സ് ഇൻ ദ മോർണിംഗ്, രാവിലെയാണ് ഇത് കൂടുതൽ വർദ്ധിക്കുന്നത്. മെൻ്റലി ആൻഡ് ഫിസിക്കലി, മാനസികമായിട്ടും ശാരീരികമായിട്ടും മോർണിംഗ് അഗ്രവേഷനാണ്.
The coryza and some head symptoms are worse from the warmth of the bed, like mercury, yet worse uncovering, worse from eating and from motion. അപ്പോൾ മെർക്കുറീസിൻ്റെ പോലെ നമ്മൾ നേരത്തെ കണ്ടാണ് കിടക്കയിലാകുമ്പോൾ കിടക്കയുടെ ചൂട് കൊണ്ട് തന്നെ എല്ലാ സിംറ്റംസും വർദ്ധിക്കുന്നു. അങ്ങനെയും ആകാം ജലദോഷം. ചില ആളുകളിൽ തലയുമായിട്ടുള്ള സിംറ്റംസ് കൊറൈസയൊക്കെ ഈ കിടക്കയിലെ ചൂട് കൊണ്ട് തന്നെ വർദ്ധിക്കാം. അൺകവർ ചെയ്യുമ്പോൾ അത് കൂടുതൽ മോശമാകാം. വേഴ്സ് ഫ്രം ഈറ്റിങ്, ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും കൂടുതൽ വർദ്ധിക്കുന്നു. ചലനം കൊണ്ട്, മോഷൻ കൊണ്ട് വർദ്ധിക്കുന്നു. ഹെഡ് ഈസ് വേഴ്സ് ഫ്രം ഹീറ്റ്, തലയുടെ കാര്യം ചൂട് കൊണ്ട് വർദ്ധിക്കുന്നു. പ്രഷർ ആൻഡ് സെൻസ് ഓഫ് വീക്ക്നെസ് ഇൻ ദ ലെഫ്റ്റ് ഇൻഗ്വനൽ റിങ്, ഇടതുവശത്തുള്ള ഇൻഗ്വനൽ റിങ്ങിൽ പ്രഷർ, മർദ്ദവും ഒരു തളർച്ചയുടേതായിട്ടുള്ളൊരു ഫീലും. ഹെൻസ് ക്യൂവേഴ്സ് ഹെർണിയൻ ബേബീസ്. ഈ ഒരു കാരണം കൊണ്ട് ശിശുക്കളിലുള്ള ഹെർണിയെ ഇത് ഹീൽ ചെയ്യും. ഇവിടെ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. റൈറ്റ് സൈഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡാണ് പറഞ്ഞത് നക്സിൻ്റെ കാര്യത്തിൽ. റൈറ്റ് സൈഡ് ആണെങ്കിൽ ലൈക്കോപോഡിയ വരുന്നത്. ആർണിക്ക റിലീവ്സ് സോർനെസ് എക്സെട്ര. ഒരു സോർനെസ് ആണെങ്കിൽ അത് ആർണിക്ക അത് റിലീവ് ചെയ്യും. കൊണിയം ഓൾസോ, കൊണിയത്തിനും ഇതുണ്ട്. കൊണിയം കോമ്പീറ്റ്സ് വിത്ത് നക്സ് ഇൻ സെൻസ് ഓഫ് ഗോണസ് ഇൻ ദ ഗ്രോയിൻ. ഈ അരക്കെട്ടിൽ എല്ലാം പോയ പോലുള്ളൊരവസ്ഥ, ശൂന്യമായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണിയമാണ് നക്സുമായിട്ട് കമ്പയറബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്? ലെഫ്റ്റ് സൈഡ് ശിശുക്കളിലുള്ള ഹെർണിയുടെ കാര്യത്തിൽ ലെഫ്റ്റ് സൈഡിൽ നക്സ്, റൈറ്റ് സൈഡ് ലൈക്കോപോഡിയം, സോർനെസ് ആണെങ്കിൽ ആർണിക്ക, ഗ്രോയിൻ്റെ അരക്കെട്ടിൽ ഒരു ഓൾഗോൺ സെൻസേഷൻ ആണെങ്കിൽ കൊണിയം. ഇത്ര മനോഹരമായിട്ടുള്ള കമ്പാരിസണാണ് വരുന്നത് നോക്കുക. ചിൽസ് ആർ നോട്ട് ബെറ്റർ ഫ്രം എനി എമൗണ്ട് ഓഫ് കവേഴ്സ്. ഈ എത്ര മുടി പൊതിച്ചാലും ഈ കുളിരും പനിയും എന്നുള്ള അവസ്ഥ, കുളിര്, അതിൽ നിന്നൊരു റിലീഫ് കിട്ടില്ല. ഇഗ്രീഷ്യ ചിൽസ് ആർ ബെറ്റർ അൺകവറിങ്. ഉണ്ടോ മറ്റൊരു വളരെ ശ്രദ്ധേയമായ വിചിത്രമായ ലക്ഷണം, ഇഗ്രീഷ്യയുടെ കുളിര് അൺകവർ ചെയ്യാൻ നേരത്ത് മെച്ചപ്പെടുന്നു. ഉണ്ടോ അങ്ങനെയുള്ള ടിപ്പിക്കൽ അൺയൂഷ്വൽ സിംറ്റംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഗ്രീഷ്യ. ഇൻ ഇൻ്റർമിറ്റൻസ് ദ ചിൽ ആൻഡ് ഹീറ്റ് ഇൻ്റർമിങ്കിൾ. ഇൻ്റർമിറ്റൻറ്റ് ഫീവറിൽ ഈ കുളിരും ചൂടും മാറി മാറി അല്ലെങ്കിൽ തമ്മി ഇടകലർന്ന് വരുന്നു. ഇൻ്റർമിങ്കിൾഡ്, മാറി മാറി എന്നല്ല, ഇൻ്റർമിങ്കിൾഡ് എന്ന് വെച്ചാൽ ഇടകലർന്ന് വരുന്നു എന്നുള്ളത്. ദ ഹീറ്റ് ഈസ് ഷോർട്ട് ആൻഡ് ഡ്രൈ. ഈ ചൂടിൻ്റെ ആയിട്ടുള്ള സ്പെല്ല് വളരെ ചുരുങ്ങിയതാണ്, വരണ്ടതാണ്. ആൻഡ് ഫോളോഡ് ബൈ ഹോട്ട് സ്വെറ്റ് ആൻഡ് ഇൻറ്റൻസ് ഹീറ്റ്. അതിനെ തുടർന്ന് ചൂടുള്ള വിയർപ്പും കടുത്ത ഉഷ്ണവും വരുന്നു. വേഴ്സ് ഇൻ ദ മോർണിംഗ്, അത് രാവിലെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദ ചിൽ കംസ് അറ്റ് എനി ടൈം. പക്ഷേ ഈ ചില്ല് കുളിരിൻ്റെ കാര്യമാണെങ്കിൽ ഏത് നേരത്തും വരാം. ചൂടിൻ്റെ സ്പെല്ല് രാവിലെയാണ് കൂടുതൽ, കുളിരിൻ്റെ സ്പെല്ല് ഏത് നേരത്തും വരാം. നക്സിൻ്റെ ആ ഒരു റിച്ച്നെസ്സാണ് നമുക്ക് ഈ ലെക്ചറിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. നക്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ തരുന്ന ടെക്സ്റ്റുകൾ ഉണ്ടാകാം. പക്ഷേ അവയിൽ പലതിനും കണ്ടെത്താത്ത പല കാര്യങ്ങളും കെൻറ്റിൻ്റെ ഈ ലെക്ചറിലുണ്ട്. ഇതൊക്കെ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നക്സിൻ്റെ യഥാർത്ഥ സ്കോപ്പ് മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് എത്രയോ കാര്യങ്ങളിൽ, ക്യാൻസർ, ആസ്മ, അങ്ങനെ എത്രയോ ഇൻക്യൂറബിൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കേസുകളിൽ നക്സ് മാത്രം കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. മാനസികമായ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോകോൺട്രിയാക്കൽ കേസ് ഞാൻ പറഞ്ഞില്ലേ, മാനസികമായ പ്രശ്നങ്ങൾ ഒക്കെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നക്സ് എന്നുള്ള ഔഷധം വളരെ ഭംഗിയായിട്ട് പഠിക്കുക. നമുക്ക് നക്സുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ഒരു ഔഷധമാണ് ഒപ്പിയം. ലെക്ചറിലും ഇതിനെ തുടർന്ന് വരുന്നത് തന്നെയാണ്. നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒപ്പിയം നമുക്ക് മനസ്സിലാക്കാൻ ആരംഭിക്കാം. ഈ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഹോമിയോപ്പതിയുടെ സന്ദേശം എത്തിക്കാൻ ഈ പരിശ്രമത്തിൽ കഴിവതും പേർ പങ്കാളികളാണോയെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.